ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. ഇതിൽ എന്നോടൊപ്പം മറ്റൊരു കഥാപാത്രവുമുണ്ട്. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച 1986 പയ്യന്നൂർ കോളേജിൽ BA മലയാളം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്താണ് ജോളി ജോർജ്. ഇതിൽ 2 കഥാപാത്രങ്ങളുണ്ട്, അമ്മയും മകളും. ഇതിലെ അമ്മ എന്ന കഥാപാത്രം ഭൂമി ദേവിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മകൾ എന്ന കഥാപാത്രമാകട്ടെ എല്ലാ മക്കളുടെയും പ്രതീകമാണ്. പ്രകൃതി ദുരന്തം വരുത്തി വയ്ക്കുന്നത് നാം തന്നെയാണ് എന്ന മെസ്സേജ് നൽകുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമായിരിക്കും. ഇനി കമൻറ്റ് പോസിറ്റീവായാൽ ഞങ്ങൾക്ക് കരുത്ത് പകരും, നെഗറ്റീവായാലും ഞങ്ങളത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ഒരു ഇടം എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് അനുഭവം. ഇവിടെ ക്യാമറയൊന്നും പാൻ ചെയ്താൽ മാത്രം മനസ്സിലാകും എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ. നേരത്തെ വലിയ ശക്തിയിലുള്ള മരങ്ങളാണ് ഈ വീടുകൾക്ക് മുകളിൽ വന്ന് പതിച്ചതെന്നാണ്. ഇവിടെ ഒരു വീട് നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു കുറച്ച് സമയം, കുറച്ചു മണിക്കൂറുകൾ മാത്രം TV-യിൽ വാർത്തയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നിനക്ക് ഇത്രമാത്രം വിഷമമുണ്ട് എങ്കിൽ 150ഓളം മക്കൾ നഷ്ടപ്പെട്ട, എണ്ണിയാൽ തീരാത്തത്ര മക്കൾ ദുരിതക്കയത്തിലായ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന ഈ ദൃശ്യം കാണുന്ന ഒരമ്മയ്ക്ക് സങ്കടമില്ല എന്നാണോ? എങ്കിൽ ഈ ദുരിതം ഒന്ന് ഒഴിവാക്കിക്കൂടായിരുന്നു? കുരുക്ഷേത്ര ഭൂമിയിൽ ഗാന്ധാരിയുടെ കണ്ണുകളുടെ കെട്ടഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ചകളേക്കാൾ ഭീകരമല്ലേ ഇന്ന് ഈ കേരള മക്കൾ ഒന്നാകെ അനുഭവിക്കുന്ന വേദനകൾ? ഈ TV-യിലേക്ക് നോക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങളിൽ പലരും എവിടെയെന്നറിയാതെ വിലപിക്കുന്ന സഹോദരങ്ങൾ, ഇവരുടെ എല്ലാം നേർക്കാഴ്ച ചിത്രങ്ങൾ ഞാൻ എങ്ങനെ കാണും അമ്മേ? നോക്കൂ, ആ കുത്തി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിലിനിടയിൽ പാവം രക്ഷാപ്രവർത്തകർ അവർക്ക് സ്വന്തം ജീവനെ പോലും പണയം വെച്ച് അവർ മറ്റ് സഹോദരങ്ങളെ രക്ഷിക്കാനായി പാടുപെടുന്നു. ഈ കാഴ്ചകളെല്ലാം എങ്ങനെ നമ്മൾ മറക്കും അമ്മേ? എത്ര മനോഹരമായ ഒരു പ്രദേശമായിരുന്നു. ആൾക്കാർ, ടൂറിസ്റ്റുകളെല്ലാം അവിടേക്ക് ഓടി വന്ന് ആ പ്രകൃതി ഭംഗി നുകരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഒരു പ്രദേശം മുഴുവൻ തൂത്തുവാരി പ്രകൃതി നശിപ്പിച്ചിരിക്കുന്നു. ഇതിനൊരു പരിഹാരമായി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് എനിക്ക് ഉറങ്ങാൻ കഴിയുക? അമ്മേ, എനിക്കൊരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഓരോ രംഗങ്ങളും എൻ്റെ മനസ്സിൽ മിന്നി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾ അടയുമ്പോൾ ഞാൻ പലപ്പോഴും ഉറങ്ങാൻ പറ്റാതെ ഞെട്ടി ഉണരുന്നു. എൻ്റെ മക്കൾ മലയാളികൾ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. നിങ്ങളുടെ ഉറക്കം കെടുക. ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത്തരത്തിലൊരു ദുരന്തം വരുമ്പോഴെങ്കിലും എൻ്റെ മക്കൾ ജാതി, മത, വർണ്ണ, വർഗ വിവേചനം കൂടാതെ ഒരുമിച്ച് കൈകോർക്കുന്നു എന്നതിൽ അമ്മയ്ക്ക് അഭിമാനിക്കാം മക്കളിൽ. പക്ഷേ നീ പറഞ്ഞുവല്ലോ, നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഈ ദൃശ്യങ്ങൾ നിന്റെ ഉറക്കം കെടുത്തുന്നുവെന്ന്. ഈ അമ്മ ഉറങ്ങിയിട്ട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, ദശാബ്ദങ്ങളായി. എത്രയോ തവണ അമ്മ നിശബ്ദമായി നിലവിളിച്ചു, മുന്നറിയിപ്പുകൾ നൽകി. നിങ്ങൾ കേട്ടില്ല, അല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടും കേട്ടില്ല എന്നു നടിച്ചു. അമ്മ ഒന്ന് ഓർത്തു നോക്കൂ. ആ ജനാലയിൽ പിടിച്ചു കിടന്നുകൊണ്ട് തൻ്റെ പെറ്റമ്മയെ ചേർത്ത് പിടിച്ച് മലവെള്ളപ്പാച്ചിനെ തടയുന്ന മകൻ, അവസാനം സ്വന്തം അമ്മയെ മലവെള്ളപ്പാച്ചിൽ വന്ന് തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ
സ്വന്തം കൂടപ്പിറപ്പിനെ കയ്യിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് അവസാന പിടിവെള്ളിയായി കിട്ടിയ പാനിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സഹോദരി. അവളും തൻ്റെ കൂടപ്പിറപ്പിനെ രക്ഷിക്കാനായുള്ള ശ്രമത്തിൽ പരാജയപ്പെടുന്നു. ഈ വക ദൃശ്യങ്ങൾ എങ്ങനെയാണ് അമ്മയെ മറക്കാൻ കഴിയുന്നത്? കാലം എങ്ങനെയാണ് അമ്മയെ മായ്ക്കുന്നത്? ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിലും കേരളം മക്കളുടെ മനസ്സിൽ നിന്നും ഈ വക ദൃശ്യങ്ങൾ മാഞ്ഞു പോകുമെന്ന് തോന്നുന്നില്ല. ഈ ദുഃഖങ്ങൾ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. മോളെ, നിങ്ങളെ കാത്തുരക്ഷിക്കാൻ ഈ അമ്മ ശ്രമിച്ചില്ലെന്നാണോ? നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എൻ്റെ സഹനശക്തിയുടെ പരമാവധി ഞാൻ ശ്രമിച്ചു. ഈ അമ്മയ്ക്ക് ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ എൻ്റെ കൈകൾക്ക് ശേഷിയില്ലാതെ പോയി. എൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിച്ചു, എൻ്റെ രക്തം നിങ്ങൾ ഊറ്റിക്കുടിച്ചു, എന്നെ മലിനയാക്കി, എൻ്റെ അസ്ഥിബന്ധങ്ങൾ നിങ്ങൾ തകർത്തെറിഞ്ഞു, എന്നെ ഒരു രോഗിണിയാക്കി മാറ്റി. ഇതിൽ കൂടുതൽ കരുത്ത് ഈ അമ്മയ്ക്കില്ല. സർവശക്തിയും പ്രയോഗിച്ച് തടഞ്ഞു നിർത്താൻ ഞാൻ ആവതും ശ്രമിച്ചതാണ്, നടന്നില്ല. എൻ്റെ കൺമുൻപിലൂടെ, നിർഭാഗ്യ പാപിയായ ഈ അമ്മയുടെ കൺമുൻപിലൂടെ എൻ്റെ അനേകം മക്കൾ ഒലിച്ചുപോയി. എങ്കിലും ഇത്ര വലിയ അപരാധമാണോ അമ്മയെ ഞങ്ങൾ ചെയ്തത്? ഒരമ്മയ്ക്ക് മക്കളോട് പൊറുക്കാൻ പറ്റാത്ത അപരാധങ്ങളുണ്ടോ? അമ്മ എന്തിനാണ് ഇത്രയധികം ക്രൂരമായി ഞങ്ങളെ ശിക്ഷിച്ചത്? ഇത് കാണുമ്പോൾ അമ്മയുടെ നെഞ്ചും തകരുന്നില്ലേ ഞങ്ങളോടൊപ്പം? ഇനി ഒരിക്കലും ഇപ്രകാരമുള്ള ദുരന്തങ്ങൾ ഞങ്ങൾക്ക് തരരുതേ എന്ന് അമ്മയോട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ. ആ അവസ്ഥയിലാണ് ഈ കേരള മക്കളെല്ലാവരുടെയും മോളെ, ഈ അമ്മ പല പ്രകൃതിക്ഷോഭങ്ങളുടെ രൂപത്തിൽ പലപ്പോഴായി നിങ്ങളെ ഉപദേശിച്ചില്ലേ? നിങ്ങൾക്ക് സൂചനകൾ നൽകിയില്ലേ? നിങ്ങൾ ഒന്നും വകവെച്ചില്ല. ഈ അമ്മയുടെ സർവശക്തിയും ചോർന്നുപോയി. ഈ അമ്മ കണ്ണുകെട്ടിയ ഗാന്ധാരി ആയിരുന്നില്ല. കണ്ണുകൾ സദാസമയവും തുറന്നു വെച്ച് നിങ്ങൾ മക്കളുടെ പ്രവൃത്തികൾ ഓരോ നിമിഷവും നോക്കി വേദനിച്ച കുന്തിദേവിയായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കൂ. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അമ്മേ, മാപ്പ്. ഇനിയും ഇപ്പോഴാണ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നത്. ഇനിയും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കും.